സ്റ്റുഡൻസ്, അപ്പോൾ കീം 2024 ഇൻഡെക്സ് സ്കോർ എങ്ങനെയാണ്, നാറ്റ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ് ബി ആർക്കിന് അഡ്മിഷൻസ് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എസ്പെഷ്യലി +1 +2 റിസൾട്ട് വന്നിരിക്കുകയാണ്. വളരെ നല്ല റിസൾട്ടാണ് നമ്മളവിടെ പഠിക്കുന്ന പല കുട്ടികളും കിട്ടിയിട്ടുള്ളത്. ഇഗ്നൈറ്റിൻ്റെ ഒരു ടാഗ് ലൈൻ തന്നെ സ്റ്റഡി നാറ്റ കോച്ചിങ് അറ്റ് ഇഗ്നൈറ്റ് വിത്തൗട്ട് എഫക്റ്റിംഗ് യുവർ +2 മാർക്സ് എന്നുള്ള രീതിയിലാണ്. കുട്ടികൾക്ക് അധികം സമ്മർദ്ദം കൊടുക്കാതെ സൺഡേ ബാച്ച് ആണെങ്കിലും മറ്റ് ബാച്ചസിലെ കുട്ടികൾക്കാണെങ്കിലും +2 സ്റ്റഡീസ് കഴിഞ്ഞ് ബാക്കി സമയത്ത് ആർക്കിടെക്ചറിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു മെത്തേഡാണ് ഇഗ്നൈറ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ +1 +2 മാർക്ക് കിട്ടി വരുന്നുണ്ട്. അപ്പോൾ വൺസ് +1 +2 ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആർക്കിടെക്ചറിൻ്റെ റാങ്ക് കീം പബ്ലിഷ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയും എന്താണ് ഇൻഡെക്സ് സ്കോർ എന്നതിനെ പറ്റിയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിലേക്കുള്ള എല്ലാ ഗവൺമെൻറ് കോളേജസിലേക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജസിലേക്കും മെറിറ്റ് സീറ്റിൻ്റെ അഡ്മിഷൻ എല്ലാം നടക്കുന്നത് കീം അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ കീം അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ +1 +2 പെർസെൻറ്റേജ് ഡബിൾ ചെയ്യും, അതിൻ്റെ കൂടെ നാറ്റ സ്കോർ ആഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നതുണ്ട്. ചില ആളുകൾ ചെയ്യുന്നത് നമ്മുടെ +1 +2 പെർസെൻറ്റേജിൻ്റെ കൂടെ നാറ്റ സ്കോറിനെ പകുതിയാക്കിയിട്ട് അത് ആഡ് ചെയ്യും. ഈ രണ്ട് മെത്തേഡിലും നമുക്ക് ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മുമ്പ് റാങ്ക് കിട്ടിയിട്ടുള്ള കുട്ടിയാണ്. 99.66 ആയിരുന്നു +2 പെർസെൻറ്റേജ്. അതിന് × 2 ചെയ്തു, അപ്പോൾ 199.32 വന്നു. അതുകൊണ്ട് കൂടെ ആൾക്ക് കിട്ടിയിട്ടുള്ള നാറ്റ സ്കോർ ആയിട്ടുള്ള 151 ആഡ് ചെയ്തു. അപ്പോൾ 350.3 ആണ് മാർക്ക് വന്നത്. ഇതായിരുന്നു അന്നത്തെ കേരളത്തിലെ 4th റാങ്ക്. അപ്പോൾ ഓരോ തവണത്തെയും റാങ്ക് വാരി ചെയ്യും. അപ്പോൾ ടഫ്നെസ് ഓഫ് ദ നാറ്റ എക്സാമും ടഫ്നെസ് ഓഫ് ദ സ്റ്റേറ്റ് ബോർഡ് എക്സാം ഇതൊക്കെ റാങ്കിങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ബേസിക് ഐഡിയ കിട്ടി. ഇനി എത്രയൊക്കെ സ്കോർ കിട്ടിയാൽ എത്രയൊക്കെ റാങ്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടില്ല എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും പ്രീവിയസ് ഇയേഴ്സുമായിട്ട് ഇത്തവണത്തെ ഇതിൽ വ്യത്യാസങ്ങൾ വരും. കാരണം നാറ്റയുടെ എക്സാമിൻ്റെ ടഫ്നെസ് കുറച്ചും കൂടി ലൈറ്ററായിട്ടാണ് ഇത്തവണ നിൽക്കുന്നത്. കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ തവണ ഹൈസ്റ്റ് സ്കോർ 150സിലായിരുന്നെങ്കിൽ ഇത്തവണ 160സിലാണ് ഹൈസ്റ്റ് സ്കോർ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ റാങ്കിങ്ങിനെ ബാധിക്കും. അപ്പോൾ റാങ്ക് എങ്ങനെയാണ് ഇത്തവണ വരിക എന്നുള്ളത് പിന്നീട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വട്ടത്തെ നോക്കുമ്പോൾ ഇൻഡെക്സ് സ്കോർ നാറ്റ സ്കോർ വേഴ്സസ് ഇൻഡെക്സ് സ്കോർ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മൾ പല കുട്ടികളുടെയും എടുക്കുമ്പോൾ ഇപ്പോൾ 99.66 കിട്ടിയ കുട്ടിക്ക് 151 നാറ്റ സ്കോർ വന്നപ്പോൾ കീം റാങ്ക് 4th ആണ് വന്നത്. ആ കുട്ടിക്ക് CET ട്രിവാൻഡ്രത്താണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. മറ്റൊരു കുട്ടിക്ക് 95% ആണ് +2 പെർസെൻറ്റേജ് 132 ആണ് നാറ്റ സ്കോർ വന്നത്. ആ കുട്ടിക്ക് EWS റാങ്ക് 5 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ CET ട്രിവാൻഡ്രത്ത് കിട്ടി. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് സി എന്ന് പറയുമ്പോൾ 95.2% ആണ് 132 ആണ് നാറ്റ സ്കോർ ആയിരുന്നത്. 322.4 ആയിരുന്നു. OBC കാറ്റഗറിയിൽ CET ട്രിവാൻഡ്രത്ത് സീറ്റ് ലഭിച്ചു. അതുപോലെ തന്നെ വേറൊരു സ്റ്റുഡൻറ്റ് 95% +2 നാറ്റ സ്കോർ 132, ഇൻഡെക്സ് സ്കോർ 322, 51th റാങ്ക് ആയിരുന്നു. CET ട്രിവാൻഡ്രത്ത് ലഭിച്ചു. സ്റ്റുഡൻറ്റ് F 97.33, 130 നാറ്റ സ്കോർ 324 ആയിരുന്നു. 106 റാങ്ക് GEC തൃശ്ശൂരാണ് ലഭിച്ചത്. മറ്റൊരു സ്റ്റുഡൻറ്റ് 98.9, 127 നാറ്റ സ്കോർ 324.8 ഇൻഡെക്സ് സ്കോർ 103 റാങ്ക് GEC തൃശ്ശൂരാണ് ലഭിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ജനറലായിട്ട് കുട്ടികളോട് പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഗവൺമെൻറ് കോളേജസിൻ്റെ കാര്യങ്ങളാണ് പറയണത്. നമുക്ക് എത്ര ഇൻഡെക്സ് സ്കോർ ലഭിച്ചാലും നമുക്കതനുസരിച്ചൊരു റാങ്ക് വരും. ആ റാങ്കിൻ്റെ ബേസിസിലാണ് കേരളത്തിലേക്ക് ഉള്ള ഗവൺമെൻറ് കോളേജസ് ആണെങ്കിലും പ്രൈവറ്റ് കോളേജിലാണെങ്കിലും അതിലേക്കുള്ള മെറിറ്റ് സീറ്റിൻ്റെ അലോട്ട്മെൻറ്റുകളെല്ലാം തന്നെ നടക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അഡ്മിഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് വളരെ ഇതായിട്ട് മെറിറ്റ് സീറ്റ് അവൈലബിൾ ആവുന്നത്. മെറിറ്റ് സീറ്റ് കിട്ടുന്ന കുട്ടികൾക്കാണ് പല വിധത്തിലുള്ള ഗവൺമെൻറ് സ്കോളർഷിപ്പുകൾ ഇതൊക്കെ കിട്ടാനായിട്ട് സാധ്യത വരുന്നത്. അതുപോലെ തന്നെ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കാണ് കോളേജ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നത് ഈസി ആയിട്ട്. അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റും പോലെയുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നത്, ഗവൺമെൻറ് കോളേജിലേക്ക് അഡ്മിഷൻസ് കിട്ടുന്നത്. ഇതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് മെറിറ്റ് സീറ്റ് തന്നെ ലഭിക്കണം. അതുപോലെ തന്നെ ഫീസിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് പറയുന്ന ഫീസായിരിക്കും മെറിറ്റ് സീറ്റിലൂടെ അലോട്ട്മെൻറ്റ് കിട്ടുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരുന്നത്.
അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും മെറിറ്റ് സീറ്റിലേക്ക് എലിജിബിലിറ്റി കിട്ടിക്കുക എന്നുള്ളതാണ് ഇഗ്നൈറ്റിൻ്റെ ഒരു മോട്ടോ ആയിട്ട് വരുന്നത്. ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നൈറ്റിൽ അഡ്മിഷൻസ് ഉണ്ട്. ക്രാഷ് ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ റാങ്ക് പ്രഡിക്ഷൻ ബേസ്ഡ് ഓൺ ഇൻഡെക്സ് സ്കോറിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്